സ്ത്രീകൾ പെരുമാറുന്നിടത്താണെങ്കിൽ ആ ആ അന്നത്തെ 100 വർഷം മുമ്പത്തെ അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, അവരുടെ ജീവിതം, ഇതൊക്കെ. അടുത്തത് അടുക്കളയാണെങ്കിൽ അവിടെ ബിരിയാണി മുതൽ പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, ആയുധങ്ങൾ, ഇങ്ങനെയുള്ള സാധനം. ഇങ്ങനെ ഇവരുടെ നിത്യജീവിതത്തിലെ സർവ്വ സാധനങ്ങൾ. വേറൊരു ഭാഗത്ത് ആയുധങ്ങളാണ്, തോക്ക്. കാരണം ഗോത്ര ജീവിതമാണ്, പരസ്പര ഏറ്റുമുട്ടലുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടൊക്കെ മുതൽ ഇവർ തോക്ക് ഉപയോഗിക്കും. അപ്പോൾ പലവിധ തോക്കുകൾ, മറ്റ് പലതരം കത്തികൾ, കഠാരകൾ, ആയുധങ്ങൾ, കുന്തങ്ങൾ, വാളുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിലെ ഏറ്റവും കൗതുകകരമായ എന്താ പറയുക, ഇത് കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ ഇവർ 1930-40 കാലം മുതലുള്ള വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ. വില്ലീസിന്റെ ജീപ്പ്, ഫോർഡിന്റെ വിവിധയിനം വാഹനങ്ങൾ, പിക്കപ്പുകൾ, കാറുകൾ, അതുപോലെ തന്നെ ഷവർലെ, ഫോക്സ് വാഗൻ. ഇങ്ങനെ അക്കാലത്തെ 1930, 40, 50, 60, 70 കാലഘട്ടങ്ങളിലുള്ള ഇറങ്ങിയ ആ വിന്റേജ് വാഹനങ്ങളുടെ ഒരു വലിയ നിര. എത്ര നേരം ചിത്രീകരിച്ചാലും നമ്മൾ മടുക്കിയല്ലാത്ത പോലത്തെ ഗംഭീര വാഹനങ്ങളാണ്. അതൊക്കെ തേച്ച് മിനുക്കി നല്ല മിടുക്കനാക്കി വെച്ചിരിക്കുക. കൊതി വരുന്ന രീതിയിലാണ്. പിക്കപ്പ് ട്രക്കുകൾ മുതൽ പ്രൈവറ്റ് കാറുകൾ വരെ. ഒരു പ്രൈവറ്റ് മ്യൂസിയം ആണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്ഭുതം തോന്നും നമുക്ക്. അതിമനോഹരമാണത്. വേറൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോണ്ടല്ലോ, ഒരു സ്ട്രീറ്റിന്റെ സെറ്റ് ഇട്ടിരിക്കുക. ഈ സ്ട്രീറ്റിൽ ഒരു 50-60 കൊല്ലം മുമ്പുണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരിടത്ത് 50കളിലെ അല്ലെങ്കിൽ 1950കളിലെ 60കളിലെ ഒക്കെ ഒരു ബാർബർ ഷോപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പലചരക്ക് കട. പിന്നെ ഒരിടത്ത് ഈ സുലൈമാനിയും കാപ്പിയും ഒക്കെ വിൽക്കുന്ന ഒരു കട, പലഹാരക്കട. അതിൻ്റെ അപ്പുറം പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരാല, ആയുധങ്ങൾ മൂർച്ച കൂട്ടി കൊടുക്കുന്ന ഒരു കൊല്ലന്റെ ആല, തോക്ക് റിപ്പയർ ചെയ്യുന്ന ഒരു ഷോപ്പ്. ഇതൊക്കെ 1940-50 ഉണ്ടായിരുന്നു. തോക്കൊക്കെ എല്ലാ മനുഷ്യർക്കും അക്കാലത്തുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ തോക്ക് റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥിരം തൊഴിൽ തന്നെയായിരുന്നു അവിടെ. ഇങ്ങനെ ആ കാലഘട്ടത്തിലെ ജീവിതം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ട്രീറ്റ്. ഇത്രയും സാധനം ഈ കെട്ടിടത്തിനകത്തുണ്ടെന്ന് നമുക്ക് അത്ഭുതമായിരുന്നു. കയറി ചെല്ലുമ്പോൾ തോന്നിയതേയില്ല. അവിടെ തന്നെ പഴയ കാലത്തെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കുകയല്ല, പെട്രോൾ വീപ്പയ്ക്കകത്തുനിന്ന് കന്നാസിനകത്തോ പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കുന്ന കട. ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്, മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ഇതൊക്കെയുണ്ട്. സൗദി അറേബ്യയുടെ ഒരു 60-70 കൊല്ലം മുമ്പത്തെ ജീവിതവും സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു 100 കൊല്ലം പുറകിലുള്ള ഒരു സൗദി അറേബ്യയിലൂടെ സഞ്ചരിച്ചിട്ട് ഇറങ്ങി വരുന്ന പോലെയാണ് ഞങ്ങൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നത്. മുസ്തഫ കാർ എടുത്തു. മുസ്തഫ പറഞ്ഞു, എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ? പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാം. എന്നാൽ ഇതിനേക്കാൾ ഗംഭീര ഒരു കാഴ്ചയിലേക്ക് പോവാം. സൗദി അറേബ്യയിൽ ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾ യൂറോപ്പിലൂടെ അമേരിക്കയിലൂടെ ഒക്കെ പോകുമ്പോൾ ഫ്ലീ മാർക്കറ്റ് ഉണ്ട്, ഫ്ലീ മാർക്കറ്റ് കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞങ്ങൾക്ക് ഇവിടെ സൗദി അറേബ്യയിലൊരു ഫ്ലീ മാർക്കറ്റ്, നിങ്ങൾക്കറിയാമോ? അങ്ങനെ കാറുമായിട്ട് പിന്നെ പോകുന്നത് കുറെ കെട്ടിടങ്ങൾ നിരന്ന് നിൽക്കുന്ന, അതിരിട്ട് നിൽക്കുന്ന ഒരു മൈതാനത്തേക്കാണ്. ഈ മൈതാനത്തിന്റെ ചുറ്റും കുറെ കെട്ടിടങ്ങളാണ്. നടുക്ക് പക്ഷേ കുറേയേറെ സാധനങ്ങൾ ഇങ്ങനെ നിലത്തുകൂടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് കയറി ചെല്ലുമുണ്ടല്ലോ, വീട്ടുപകരണങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വരെയുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുക. ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ മാത്രം. ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഒഴിവാക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ. അത് വാങ്ങിക്കൊണ്ടുവരാൻ ആളുകളുണ്ട്. അതിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കല്ല, ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഏൽപ്പിക്കാൻ കടക്കാരെ. അവരത് വിൽക്കും, അവരത് റിപ്പയർ ചെയ്യും. ആദ്യം അവരത് കഴിഞ്ഞ് അതിനെ തേച്ച് മിനുക്കും, പുതിയതുപോലെ തിളക്കമുള്ളതാക്കും. എന്തൊക്കെയാ സാധനം അറിയോ? അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയും പാത്രങ്ങളും ബിരിയാണി ചെമ്പും മുതൽ എയർ കണ്ടീഷണർ, സ്പ്ലിറ്റ് എ സിയും വിൻഡോ എ സിയും വരെ അവിടെ കിട്ടും. ചില കടകൾ എ സി മാത്രമായി കൈകാര്യം ചെയ്യുന്നത്. വേറെ ചില കടകളിൽ കട്ടില്, ഫർണിച്ചർ, വീട്ടിലെ ബെഡ്റൂമിലെ അലമാരകള്, കട്ടില്, ഇതൊക്കെ തന്നെയാണ്. വേറെടുത്ത് ഓഫീസ് ചെയറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. എന്തിനേറെ ഉപയോഗിച്ച ഷൂസ് വരെ അവിടെ കിട്ടും. ഷൂസും ചെരുപ്പും വരെ അവിടെ സെക്കൻഡായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വസ്ത്രങ്ങൾ വാങ്ങാൻ കിട്ടും. ഇതെല്ലാം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപയോഗിച്ചതായിരിക്കും. നമ്മളൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന എത്രയോ സാധനങ്ങളുണ്ട്. അതിൽ പലതും നമ്മളൊരു പുതിയ സാധനം വാങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ മച്ചുംപുറത്ത് കൊണ്ടുപോയി കളയുക ചെയ്യുന്നത്. പിന്നീട് അവിടെ കിടന്ന് കേടായി ദ്രവിച്ച് ഏതെങ്കിലും ആക്രി കച്ചവടക്കാരന് കൊടുക്കാറില്ലേ പതിവ്. ഇങ്ങനെ മനുഷ്യൻ ഉപയോഗിച്ചൊരു വസ്തു നശിപ്പിച്ച് കളയാതെ അത് ആവശ്യമുള്ള അത്ര പണം മുടക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഏറ്റവും സമ്പന്നമായ അമേരിക്കയിലും യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഉണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഫ്ലീ മാർക്കറ്റ് നമ്മൾ തുടങ്ങാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഫ്ലീ മാർക്കറ്റുകൾ തുടങ്ങാവുന്നതാണ്. ഏതെങ്കിലും ഒരു മൈതാനം ഒരാൾ വാടകയ്ക്ക് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അനൗൺസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ആ മൈതാനത്തേക്ക് കൊണ്ടുവരിക, രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ കൊണ്ടുവന്ന് വെക്കുക. മറ്റുള്ളവരും അറിയും. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ വന്ന് വാങ്ങാം. പഴയ പെയിന്റിങ്ങുകളാവാം,
വീട്ടിലെ കൗതുക വസ്തുക്കളാവാം, വീടിനെ അലങ്കരിച്ചിരുന്ന മറ്റു ചില സുവനീറുകളാവാം, ഇങ്ങനെ എന്തും ഏതുമാവാം. വീട്ടിലെ ആയുധങ്ങളാവാം, പാത്രങ്ങളാവാം, പ്ലേറ്റുകളാവാം, കപ്പും സോസറും ആകാം, അതുപോലെ തന്നെ ജഗ്ഗുകളാവാം, മഗ്ഗുകളാകാം, എന്തും ഏതുമാവാം. ഇതെല്ലാം കൊണ്ടെന്ന് വെച്ചാൽ നിസാര പൈസയ്ക്ക് ചിലപ്പോൾ അത് കിട്ടും. വിൽക്കുന്ന ആൾക്ക് പ്രകൃതിയെ മലിനമാക്കാതെ, വേസ്റ്റിലേക്ക് ഡംപ് ചെയ്യാതെ, പ്രകൃതിക്ക് ഭാരമാക്കാതെ മറ്റൊരു മനുഷ്യൻ ഉപയോഗിക്കാവുന്ന രീതി അത് കൊടുക്കാം. അതിലൂടെ ചെറിയൊരു വരുമാനവും കിട്ടും. ഈ വാങ്ങാൻ വരുന്നവനാവട്ടെ 10,000-കണക്കിന് രൂപ മുടക്കേണ്ട ഒരു വസ്തു ചിലപ്പോൾ 500, 600, 1000 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. എത്രയോ പേർക്ക് സൗകര്യപ്രദമായ ഒരു കാര്യം ഇത്. എന്തുകൊണ്ടാണ് അത്തരം ഫ്ലീ മാർക്കറ്റുകൾ കേരളത്തിൽ ഉണ്ടാവാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ആരംഭിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ ഫ്ലീ മാർക്കറ്റ്. പിന്നെ വീണ്ടും നമ്മൾ തൈഫിന്റെ നഗര ഹൃദയത്തിലേക്ക് വീണ്ടും വരികയാണ്. അവിടെ വരുമ്പോൾ അവിടുത്തെ പ്രശസ്തമായ കുറെ പള്ളികളുണ്ട്. പ്രമുഖമായ ചരിത്രമുള്ള പള്ളികളാണ്. അവിടെ ഒരു പള്ളി കയറി നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. അവിടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നു. ധാരാളം ആളുകൾ ആ കൂടെ വരുന്നു. മയ്യത്ത് പ്രാർത്ഥന കഴിഞ്ഞ് മൃതദേഹം സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി തൈഫ് നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ തൈഫിലെ ഒരു പ്രധാന വ്യവസായം പനിനീരിന്റെ വ്യവസായമാണ്. പനിനീര്, സുഗന്ധ ലേപനം. അതുണ്ടാക്കുന്നതിന് പനിനീർ ചെടികൾ വേണം. അതായത് റോസാപ്പൂക്കൾ, റോസപ്പാടങ്ങളുണ്ട് അവിടെ. റോസച്ചെടികളുടെ പാടങ്ങളാണ് നോക്കത്താ ദൂരം പരന്ന് കിടക്കുന്ന ഈ മലഞ്ചെരിവുകളിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരു പാടത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ മുസ്തഫ അദ്ദേഹത്തിന്റെ കാർ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പേ എൻ്റെ കാറിൽ പോകാം, മൊറാത്ത് ഈ കാറിനെ ഓടിച്ചോളൂ, എൻ്റെ പുറകെ വന്നാൽ മതി. കാരണം എനിക്ക് നിങ്ങളെ ഈ പനിനീർ പൂക്കൾ ഉള്ള ഫാമും പറ്റുമെങ്കിൽ അവിടുത്തെ ഒരു പനിനീർ ഫാക്ടറിയും കാണിച്ചിട്ട് എനിക്ക് മക്കയ്ക്ക് പോകേണ്ട സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാഴ്ചകളെ കണ്ട് ഇനി നഗരത്തിലേക്ക് മടങ്ങാം. മറ്റു പല കാഴ്ചകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞ പുള്ളി അദ്ദേഹം ഇനി കാണേണ്ട കാഴ്ചകളുടെ ഒരു ലിസ്റ്റ് മുറാത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം കാറുമായിട്ട് മുമ്പേ പോയി. അങ്ങനെ നഗരം പിന്നിട്ട് കുറേ ദൂരം ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുന്നത് മനോഹരമായ കൃഷിയിടങ്ങളുടെ ഒരു സ്ഥലത്തേക്ക്, പച്ചപ്പുള്ളൊരു സ്ഥലം. അവിടുത്തെ പ്രധാന കൃഷി ഇതാണ്, പനിനീർ ചെടികളുടെ കൃഷി. അവിടെ ഒരു പനിനീർ തോട്ടത്തിലേക്ക് ഞാൻ ചെന്നു, ക്യാമറ ആയിട്ട് കയറി ചെന്നൊരു പഠിപ്പുരയൊക്കെ ഉണ്ടതിന്. അവിടെ ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ്, നല്ല പൂത്തു നിൽക്കുകയാണ്. പക്ഷെ എല്ലാ ദിവസവും രാവിലെ ഈ പൂക്കൾ പറിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മൊട്ടുകൾ വിടർന്നിട്ടില്ല. നാളെ രാവിലെ വിടരാനുള്ള പൂക്കളുടെ ചെടി മൊട്ടുകൾ ഇങ്ങനെ നിൽക്കുന്ന പനിനീർ ചെടികൾ. അത് നനയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ധാരാളം ജലലഭ്യതയുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ആ ഷോട്ടെല്ലാം എടുത്തുകൊണ്ട് നിൽക്കുമ്പം ഞാൻ മുസ്തഫയോട് ചോദിച്ചു, മുസ്തഫ നമുക്ക് ഒരു പനിനീർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കാണാൻ പറ്റുമോ? അദ്ദേഹം ചുറ്റുമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനടുത്ത് ഈ കുന്നിന്റെ ചെരുവിൽ, അങ്ങേ ചെരുവിൽ ആ കാണുന്ന കെട്ടിടങ്ങളിൽ പലതും പനിനീരുണ്ടാക്കുന്ന ഫാക്ടറികളാവാൻ സാധ്യത, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ മുസ്തഫ മുമ്പേ നടന്നു, ഞങ്ങൾ പുറകെ നടന്നു. ഈ പാടത്തിന്റെ വരമ്പേ കൂടിയാണ് പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാള് എതിരെ വരുന്നു. അയാളെ കാണുമ്പോൾ ഒന്നെങ്കിൽ ഒരു പാകിസ്ഥാനിയോ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരനാണെന്ന് മനസ്സിലായി. ബംഗ്ലാദേശിയോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ചു. സംസാരിച്ചപ്പോൾ അയാൾ പാകിസ്ഥാനിയാണ്. അയാൾ ചോദിച്ചു, ഈ പനിനീർ ഉണ്ടാക്കുന്ന ഫാക്ടറി എവിടെയുണ്ടോ? പുള്ളി ചൂണ്ടി പുറകോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, അതാ ഫാക്ടറിയാണ്, ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ എന്നാൽ മതി. ഒരു പാറക്കെട്ടിന്റെ മുകളിലാണ് ഈ ഫാക്ടറി. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വേറൊരാളുണ്ട്, വേറെ ഒരു പാകിസ്ഥാനി, അബ്ദു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തെ കാര്യമൊക്കെ പറഞ്ഞു. അബ്ദുവിനോട് ചോദിച്ചു, ഇതാരാ എന്റെ മുതലാളി? സാരമില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടോളൂ, ഇതൊക്കെ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ പറിച്ചുകൊണ്ട് വന്ന പനിനീർ പൂക്കള് എതളുകൾ പറിച്ചെടുത്ത് ഒരു പാത്രത്തിലിടും. ഈ പാത്രത്തില് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇതിനെ അങ്ങ് തിളപ്പിക്കുകയാണ്. ഈ തിളപ്പിച്ച ഇതിൽ നിന്ന് വരുന്ന ആവി മറ്റൊരു കുഴലിലൂടെ ഒരു ടാങ്കിലേക്ക് കൊണ്ടുപോകും. ഈ ടാങ്കില് തണുത്ത വെള്ളം കിടക്കുക. ഈ പൈപ്പ് ഈ തണുത്ത വെള്ളമുള്ള ടാങ്കിനുള്ളിലൂടെ കടന്നു പോവുകയാണ്. അതിനുശേഷം അത് മറ്റൊരു വലിയൊരു ഭരണിക്കകത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നത് നമുക്ക് കാണാം. തണുത്ത ആ നീരാവി പനിനീർ തുള്ളികളായി വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 6 or 7 പാത്രങ്ങളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. 24 മണിക്കൂറും ഇങ്ങനെ ഇവരും ഊഴമിട്ട് ഇതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ അബ്ദു ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാനതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അടുപ്പിന്റെ മുകളിൽ വരെ കയറി നിന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്തു. വളരെ ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നടന്നു വരുന്നു. അപ്പൊ എനിക്കൊരു സംശയം. അപ്പൊ അബ്ദു പറഞ്ഞു, മുതലാളിയാണ്. പുള്ളി അടുത്തടുത്ത് വരുന്നു. അപ്പൊ ഇത് ഞാൻ പയ്യെ ക്യാമറ ഒക്കെ മാറ്റി, എന്താ ഇങ്ങനെ പ്രതികരിക്കാന്നറിയില്ലല്ലോ. അടുത്ത് വന്നു. അബ്ദു കാര്യം വിശദീകരിച്ചു. പുള്ളി ഒരു ചിരി ചിരിച്ചു. ഇയാൾ കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞങ്ങളെ യാത്രയാക്കി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി മുസ്തഫ മക്കയിലേക്ക് പോവാണ്. ഞങ്ങളോട് പോകേണ്ട വഴികളും ഇനി കാണേണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നഗരത്തിലേക്ക് മടങ്ങി. നഗരത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു, 5 മണിയൊക്കെ ആറാവുന്നു. വെയിലാറി തുടങ്ങി, തണുപ്പ് വീണ് തുടങ്ങി. ഇനി നമുക്ക്
തൈഫിൻ്റെ സൂക്ക് ഏരിയയിലേക്ക് പോകണം. തൈഫിൻ്റെ സൂക്ക് സന്ധ്യയാകുമ്പോൾ മറ്റൊരു ലോകമായി മാറും. കെട്ടിടങ്ങളിലെല്ലാം വിളക്ക് തെളിയും. കല്ല് വിരിച്ച ടൈൽസ് ഇട്ട സുന്ദരമായ നിലമാണ്. അതിലൂടെ നിരവധിയായ ആളുകൾ ഷോപ്പിങ്ങിനായിട്ട് വരും. അവർക്കുള്ള വസ്തുക്കളുമായിട്ട് ധാരാളം ആളുകൾ വിൽക്കാൻ വരും. ഷോപ്പുകളെല്ലാം കളർഫുൾ ലൈറ്റിൽ തെളിയും. സ്വർണ്ണക്കടകളുടെ നിരകൾ ഒരു ഭാഗത്ത്, വസ്ത്രങ്ങളുടെ, അറബി വസ്ത്രങ്ങളുടെയും സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങളുടെയും നിരകൾ വേറൊരു ഭാഗത്ത്, പലഹാരക്കടകൾ വേറൊരു ഭാഗത്ത്, നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വേറൊരു ഭാഗത്ത്, ലഘുഭക്ഷണം വിൽക്കുന്ന ആളുകളുടെ കടകൾ നിരവധി. വഴിയരിയിൽ തന്നെ ഇരുന്ന് പുഴുങ്ങിയ കടല ചെറിയ പാത്രങ്ങളിൽ വിളമ്പി കൊടുക്കുന്ന കാഴ്ച കണ്ടു. അത് പ്രത്യേക അഭിനയത്തോടെ ഈണത്തിൽ പാട്ട് പാടിയൊക്കെ വിൽക്കുന്നത്. അതോടെ അയാൾക്ക് കച്ചവടം കൂടുതലാണ്. വെറുതെ നിന്ന് വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെക്കാൾ ഇയാളുടെ അടുത്ത് കൂടുതൽ ആളുകൾ വന്ന് സാധനം വാങ്ങുന്നു. ഞാനിത് ഷൂട്ട് ചെയ്യുകയും കൂടെ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ആവേശം ഒന്ന് കൂടി. ഇതിങ്ങനെ പാത്രം തുറക്കുന്നത്, അതിനകത്തുനിന്ന് പുഴുങ്ങിയ കടല കോരി ഈ പാത്രത്തിലേക്ക് ഇടുന്നത്, പിന്നെ അതിലേക്ക് ചില മസാലപ്പൊടികളൊക്കെ വിളതുന്നത്, അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങാൻ വരുന്ന ആൾക്ക് ഇത് നീട്ടുന്നത്, ഇതെല്ലാം നാടകീയമായിട്ടൊരു നൃത്ത രൂപത്തിലാണ്. അതിനിടയ്ക്ക് പുള്ളിയുടെ കുറെ പാട്ടുകളുമുണ്ട്, പുള്ളിയുടെ ഒരു ഈണമുണ്ട്, അതിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാൻ ആളുകൾ, ഇതിനെ അനുകരിക്കുന്ന കുട്ടികൾ ഇതിന്റെ പുറകെ നിന്ന് കളിയാക്കുന്നുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന സജീവമായ തൈഫിന്റെ സൂക്കേരിയിലൂടെ കുറേ നേരം ഈ കാഴ്ചകളിലൂടെ നടന്നു. മടക്കയാത്ര ഉറങ്ങാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ ഡോക്ടർ ഷാഫി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മൾ പോകുന്നത് മക്ക വഴിയാണ്, തിരിച്ചു വരുന്നത് മക്ക വഴിയാണ്, എനിക്ക് ഉംറ എന്ന് നിർവഹിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ പുള്ളി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി 1:30 അദ്ദേഹത്തിന് സമയം കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ നമുക്ക് മടക്കയാത്രയിൽ നമുക്ക് പോകാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഉംറ നിർവഹിക്കണമെങ്കിൽ അതിനു മുമ്പ് ദേഹശുദ്ധി വരുത്തി ഉംറയ്ക്കുള്ള വസ്ത്രം ധരിക്കണം. 2 പീസ് വസ്ത്രമാണ്, ഒരു മുണ്ടും ഒരു മേൽമുണ്ടും. ഇത്തരത്തിൽ ഈ ഉംറയ്ക്കുള്ള പ്രത്യേക വസ്ത്രം ധരിക്കുന്നതിന് ഇഹ്റാം കെട്ടുക എന്നാണ് പറയുക. അപ്പോൾ ഈ ഇഹ്റാം കെട്ടണമെങ്കിൽ അതിനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. മക്കയോട് അടുക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള പട്ടണങ്ങളിലൊക്കെ ഇഹ്റാം കെട്ടാൻ പറ്റും. ഇത്തരത്തിൽ ഇഹ്റാം കെട്ടുന്ന സ്ഥലങ്ങൾക്ക് മീഖാത്ത് എന്നാണ് പറയുന്നത്. ഈ തൈഫിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഈ മക്കയുടെ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നിടത്ത് ഒരു മീഖാത്തുണ്ട്. അത് മുറാത്തിനറിയാം. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അവിടെ പോയി അവിടെ പാർക്കിംഗ് ചെല്ലുന്നു. അപ്പോൾ ധാരാളം ആളുകൾ അവിടെ ഇഹ്റാം കെട്ടാനായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ഷാഫി അകത്തേക്ക് പോയി ദേഹശുദ്ധി വരുത്തി ഈ വസ്ത്രം ധരിച്ചു. ഇനി പ്രാർത്ഥനാനിരതമായ ഒരു ആത്മീയ ചിന്തയിൽ മാത്രമുള്ള ഒരു യാത്ര അയക്കണം. ഞങ്ങളും മറ്റു കഥകളൊക്കെ പറച്ചിലൊക്കെ നിർത്തി, ഞാൻ ഷൂട്ടിങ്ങും നിർത്തി, ഞങ്ങളിനി മലയിറങ്ങുകയാണ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്, മക്കയിലെ ഹറംപള്ളിയുടെ സമീപത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ എങ്ങനെ അങ്ങോട്ട് പോകും? ഒരു വഴി കണ്ടുപിടിച്ചു. പ്രധാന ഹൈവേയിൽ തന്നെ ഞങ്ങൾ വണ്ടി നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിലൂടെ ടാക്സികൾ വരും, ടാക്സി കിട്ടും. അപ്പോൾ അവിടെ ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഞാനും മുറാത്തും കൂടെ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, നമുക്കിവിടെ ടാക്സി കിട്ടും. അപ്പോഴത്തേക്ക് അവരാരെയും വിളിച്ചു. ഒരു കാർ വരുന്നു. ഡോക്ടർ ഷാഫി അതിലേക്ക് കയറുന്നു. അദ്ദേഹം ഉംറയ്ക്കായി ഹറംപള്ളിയിലേക്ക്, മക്കയിലെ പ്രധാന ദേവാലയത്തിലേക്ക് യാത്രയാകുന്നു. ഞാനും മുറാത്തും കൂടെ ജിദ്ദയിലേക്ക് യാത്രയാകുന്നു. പുലർച്ചെ ഏതാണ്ട് ഒരു 3-3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജിദ്ദയിൽ തിരിച്ചെത്തി. അങ്ങനെ സംഭവബഹുലമായൊരു ദിവസം. പക്ഷെ ഇതിനേക്കാൾ സംഭവബഹുലമായൊരു ദിവസമാണ് ഇനി വരാനിരിക്കുന്നത്.